യഥാർത്ഥത്തിൽ തന്ത്രിയെ എന്തിനാണ് ഇതിനകത്ത് കുടുക്കിയത്? കാരണം ശബരിമലയുടെ ഭരണപരമായ കാര്യത്തിനകത്ത് ഒരു തന്ത്രിക്കും അധികാരമില്ല. അവർ താന്ത്രിക വിദ്യ പറയും എന്നുള്ളതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യത്തിനകത്ത് അവർ ഇടപെടാറുമില്ല, ഇടപെടുകയും ചെയ്യുന്നത് ശരിയല്ല. ഈ പർട്ടിക്കുലർ കേസ് വന്നപ്പോൾ അതിനകത്ത് വേറൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി. തന്ത്രിയെ കുടുക്കിയതോടുകൂടി ഈ കേസിന് വേറൊരു മാനമുണ്ടാക്കാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ശ്രമിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായില്ലേ? എന്തായിരുന്നു അങ്ങനെ ഒരു തന്ത്രം കാണിക്കാനുള്ള കാര്യം? അങ്ങനെ ഈ കേസിനകത്തൊരു ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഉണ്ടാക്കാനും അങ്ങനെ തന്ത്രിയെ കൂടി ഇതിനകത്ത് കൊടുക്കാനും ഇടയാക്കിയ സാഹചര്യം എന്താ എന്നുള്ളത് ഗവൺമെൻറ് പറയണ്ടേ? കാരണം SIT എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. SITയെ കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റില്ലേ? ആ ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് ജനങ്ങൾക്കറിയണം. യഥാർത്ഥത്തിൽ ശബരിമല കൊള്ള നടത്തിയത് ആരാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. തന്ത്രിയെ കൂടി കുടുക്കിയതോടുകൂടി ഈ കൊള്ളക്കാരെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ നോക്കിയത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു അതിനൊരു കണിക പോലുമില്ലെന്ന്, സത്യത്തിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന്. അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഇതിൽ ഉത്തരവ് കൊടുത്ത ആരാണ്? തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്ത ആരാണ്? ആ ഉത്തരവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? അവർക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നു എങ്കിൽ ജനങ്ങളത് പറയണ്ടേ? അപ്പോൾ ബോധപൂർവമായി ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കേസ് ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഉണ്ടാക്കി രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിച്ച ചില ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ SIT ഒരു തെളിവുമില്ലാതെ അവർക്കത് ചെയ്യാൻ പറ്റുമോ? തെളിവുള്ള കാര്യങ്ങൾക്കല്ലേ SITക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ? തെളിവില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് SIT മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഒരു ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ആ ബാഹ്യസമ്മർദ്ദം ചെലുത്തിയത് ആര് എന്നുള്ളത് ഇനിയെങ്കിലും തുറന്നു പറയാൻ കഴിയണം. ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർക്ക് ഭയപ്പാടാണ്, അവർ പറയില്ല. ആ ഭയപ്പാടിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ തന്ത്രിയെ തന്നെ കൊടുക്കാനിടയായത്. കോടതി പറയുന്നു തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന്. ഇനി ഈ ഗവൺമെൻറ് എന്താ മറുപടി പറയുന്നത്? ഈ തന്ത്രിയെ കുടുക്കിയതാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിന് പൊതുവായി ഉണ്ടോ? തന്ത്രിയെ കുടുക്കിയതാണ് എന്നുള്ളത് കോടതി വിധിയിൽ നിന്നാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. കോടതി വിധി എന്താ പറഞ്ഞത്? ഇതിലെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലെന്ന്. തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത ഒരു കാര്യത്തിനകത്ത് ശബരിമലയിലെ തന്ത്രിയെ എന്തിനാണ് ഇൻവോൾവ് ചെയ്യിച്ചത്? അവിടെയാണ് കുടിക്കിയത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അതിനാണ് ഉത്തരം പറയേണ്ടത്. ആ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ്. അവർ മറുപടി പറഞ്ഞേയും മതിയാവും. ഞാൻ അപ്പീൽ പോകാൻ ഒരു കോടതിയുടെ വിധി നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? പിന്നെ അപ്പീലും സെക്കൻഡ് അപ്പീലും പോകാൻ പറ്റുമോ? അത് വേറെ പ്രശ്നം. അത് വീണ്ടും കൊടുക്കാനാണ്, വീണ്ടും ഇത് നീട്ടിക്കൊണ്ട് പോകാനാണ്. കൊടുക്കാനെന്ന് പറയുന്നതിനേക്കാൾ നീട്ടിക്കൊണ്ട് പോകാനാണെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എങ്ങനെയെങ്കിലും തട്ടി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഡിലേയിങ് ടാക്ടിക്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു തന്ത്രിയെ കുടുക്കി കോടതി ആ കാര്യത്തിൽ സത്യസന്ധമായി ഒരു നിലപാടെടുത്തു. തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതി പരസ്യമായി പറഞ്ഞു. എന്നിട്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിയ ആളുകൾ കയ്യും കെട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊരു മട്ടിൽ ഗവൺമെൻറ് ഉത്തരം പറയണം. SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോടതിയുടെ ഉത്തരവാണ്. പക്ഷേ SITക്കുള്ള ആളുകളെ വിടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഉണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതിനകത്ത് വേണമെങ്കിൽ കോടതിക്ക് പാനൽ ചോദിക്കാം. എന്നാലും ഗവൺമെൻറ് ആ പാനൽ കൊടുക്കുന്നത്. ആ പാനലിനകത്തുനിന്ന് മാത്രമേ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, കോടതിയുടെ ആ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇത്രയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റിയത്. അതേ കോടതി തന്നെയല്ലേ പറയുന്നത് ഒരു തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് തന്ത്രിയെ കുടുക്കിയതെന്ന്. അത് കോടതി അപ്പോൾ ആദ്യം പറഞ്ഞത് ശരി, രണ്ടാമത് പറഞ്ഞത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ഒരു മുഖം മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ ഡയറക്ഷൻ ആരുള്ളതാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിന് പിന്നിൽ കളിച്ചിട്ടുള്ളതാരാണ്? വെറുതെ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. പിന്നിൽ കളിച്ചതാരാണ് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടത്.
കേൾക്കൂ, നമ്മൾ ഇതിനകത്തെ പൊളിറ്റിക്സ് ആയിട്ട് തിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ വീട്ടിൽ പോകാം, സന്ദർശിക്കാം, ആർക്ക് വേണമെങ്കിലും പോകാം, നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പോകാൻ വരാനുവദിച്ചാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതല്ലല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട കാര്യം എന്തിന് ഇദ്ദേഹത്തെ കുടുക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെല്ലാം ഉത്തരം വരേണ്ടത്. അദ്ദേഹം ആരോപിക്കുന്നത് യുവതീ പ്രവേശനം ആചാരലംഘനം, അതിനൊന്നും താൻ കൂട്ടുനിന്നില്ല, അതിന് പ്രതികാര നടപടി എന്നോണമാണ് സർക്കാർ ഇങ്ങനെ ഇടപെട്ടതെന്ന്. അപ്പോൾ അത്തരത്തിലൊരു അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹമായിട്ട് എന്തിനാ ഇവർക്ക് തർക്കം? അദ്ദേഹവുമായിട്ട് നേരിട്ട് തർക്കം ഉണ്ടാകേണ്ട ഒരു കാര്യം ഉള്ളതായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. തന്ത്രിയെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ആക്ഷേപം ഇതുവരെ പറഞ്ഞതായി പുറത്തൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്തിരുന്നത് കറക്റ്റാണ്. അദ്ദേഹം നടയടയ്ക്കാൻ പറഞ്ഞു. നടയടച്ചത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീകൾ അതിൻ്റെ മേളിൽ ശ്രീകോവിലിനകത്ത് കയറാതെ പോയത്. അത് ഗവൺമെൻറ്റിന് ക്ഷീണമായിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാനിതിനകത്തെ ഗവൺമെൻറ്റിൻ്റെ ക്ഷീണവും ക്ഷീണക്കുറവും ഒന്നും ആലോചിക്കുന്നതേയില്ല. ഒരു ഗവൺമെൻറ് ചെയ്യരുതാത്ത നടപടികളിലെ ഒരാളിനെ കൊടുക്കുക, എന്നിട്ട് അറസ്റ്റ് ചെയ്യുക, 40 ദിവസം ജയിലിൽ പാർപ്പിക്കുക, കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി പറയുന്നു ഇതിൻ്റെ തെളിവിൻ്റെ ഒരു കണികയില്ലെന്ന്. ഇതിനേക്കാൾ കൂടുതൽ അപമാനം ഒരു ഗവൺമെൻറ്റിനുണ്ടാകാനുണ്ടോ?